5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധ എന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. പരിശോധനയിൽ കാക്കനാട് DLF ഫ്ളാറ്റിൽ കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിലാണ് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നത്. ഇതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കുറെ കൂടി വർദ്ധിപ്പിക്കുന്നത്. ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും ഫ്ളാറ്റ് അസോസിയേഷൻ മുൻകരുതൽ എടുത്തില്ല. കഴിഞ്ഞ മാസം 28-ന് നടത്തിയ സാമ്പിൾ പരിശോധനയുടെ റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചത്. വിനീത VG വിവരങ്ങളുമായി. വിനീത, ഗൗരവമുള്ള കാര്യമാണ് ഇത്. കഴിഞ്ഞ മാസം തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് വന്നതാണ്, സ്ഥിരീകരിച്ച റിപ്പോർട്ട് തന്നെ വന്നതാണ്. പക്ഷേ അതിനുശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പിന്നീട് കൂട്ടത്തോടെ രോഗബാധയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് വളരെ വൈകിയുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നു എന്ന കുറ്റപ്പെടുത്തൽ, ഇതെല്ലാം നിലനിൽക്കെ ഇപ്പം നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കും. അനുജ, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നുള്ളത്, നിലവിൽ ഈ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നത്. അതിൽ ഏത് സ്രോതസ്സിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു അന്തിമ റിപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തിക്കുന്ന എല്ലാ സ്രോതസ്സുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം വരും ദിവസങ്ങളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് DMOയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ NSK ഉമേഷും ഈ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമാ തോമസ് MLA ഇവിടെ എത്തി സ്ഥലത്ത് അവിടെ അവരുമായൊക്കെ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്ന് പറയുന്നത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഒരു സ്വകാര്യ ആശുപത്രികളിലടക്കം ഏതാണ്ട് 40-ലധികം ആളുകൾ ഈ വയറിളക്കവും ഛർദിയുമായി ഈ അസുഖവുമായി ബന്ധപ്പെട്ട് അവരവിടെ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് അസോസിയേഷനോ നഗരസഭയോ ഈ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയോ ജില്ലാ ഭരണകൂടത്തെ ഒന്നും തന്നെ വിവരം അറിയിച്ചിരുന്നില്ല എന്നാണ് ഒരു ആരോപണം ഉള്ളത്. പക്ഷേ ഇത് വിവരം അറിയിക്കാൻ വൈകിയതാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഒരുപക്ഷെ ഇത്രയും രൂക്ഷമാകാനുള്ള ഒരു കാരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അനുജ പറഞ്ഞതുപോലെ, നമുക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 29-ന്, അതായത് മെയ് 29-ന് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ വേണ്ട നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അന്ന് തന്നെ ഈ ശുചീകരണമോ അല്ലെങ്കിൽ മറ്റ് പകരം സംവിധാനമോ ഏർപ്പെടുത്താനോ ഒന്നും തന്നെ തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ മുൻനിർത്തി നോക്കുമ്പോൾ 340 പേർ രോഗാവസ്ഥയിലെന്നാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന കണക്കിൽ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ 25 പേർ അതിൽ കുഞ്ഞുങ്ങളാണ്. വിവിധ ഫ്ളാറ്റുകളിൽ ഏതാണ്ട് ഈ 15 നിലകളിലായിട്ടുള്ള സെക്ടറുകളായിട്ടുള്ള ഫ്ളാറ്റുകളാണ്. അതിൽ 1268 ഫ്ളാറ്റുകളുണ്ട്. 5000-ലധികം താമസക്കാരുണ്ട് അവിടെ. ഇതിൽ ഈ കെട്ടിടങ്ങളിലൊക്കെയായി താമസിക്കുന്ന ആളുകളിൽ ഈ ഒരു ഫാമിലിയിലെ 2-3 ആളുകൾക്ക്, പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായവരുണ്ട്. ഇതൊക്കെ തന്നെ ഇവരുടെ സ്വമേധയാ തന്നെ അവർ ആശുപത്രികളിൽ പോയി ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ മെഡിക്കൽ സംവിധാനം വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് നൽകി വന്നിരുന്ന വെള്ളം, അത് ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം അത് പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. പകരം ഇവർക്ക് ഈ ഡബിൾ ക്ലോറിഫൈ ചെയ്ത വെള്ളമാണ് ഇപ്പോൾ ഈ ടാങ്കറുകളിലായി വീടുകളിലേക്ക് എത്തിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവർക്കൊക്കെ കുഴപ്പമില്ല, കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അത് 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ വിനീത. അനുജ, നമുക്ക് ഈ ആളുകളുമൊക്കെയായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യനിലയിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ തുടർച്ചയായി ഉണ്ടാകുന്ന വയറിളക്കം, ഒപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഛർദിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അവിടെ നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ കുടുംബവും അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഈ നമ്മളോട് ചില ആളുകൾ പറഞ്ഞത്, ഈ അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഉടനടി തന്നെ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ മെഡിക്കൽ സംവിധാനത്തെയോ ഒക്കെ തന്നെ അവർ സമീപിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമീപനവും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് ചില താമസക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്താണെങ്കിലും കൂടുതലുമായി ഇതുമായി ബന്ധപ്പെട്ട് ഇനി റിപ്പോർട്ടുകൾ കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ ബാക്ടീരിയ വന്നിട്ടുള്ളതെന്ന് അറിയാൻ കഴിയൂ. കാരണം നിലവിൽ അവിടെ പ്രധാനമായും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളം, കിണറുകളിലുള്ള വെള്ളം എന്നിങ്ങനെ ഈ നഗരസഭയിൽ നിന്നൊക്കെ ലഭ്യമാവുന്ന വെള്ളം, ഇങ്ങനെ 3
സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം എത്തുന്നത്. ഇതിൽ ഏത് സ്രോതസ്സിലാണ് ഈ ബാക്ടീരിയയുടെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉള്ളത് എന്നതാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇത് മൂന്നും അവർ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടെന്നൊക്കെയാണ് ചില താമസക്കാർ പറയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ഇനി ഒരു പക്ഷേ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കളക്ടറും അടിയന്തരമായി ഈ കാര്യത്തിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് മെഡിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. അനുജ, വിനീത, ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നിന്ന് താമസിക്കുന്ന ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറയുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മിനിസ്റ്റർ തന്നെ ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്ന്. ഇത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? അത് തൃപ്തികരമാണോ? അനുജ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധികൃതർ പറയുന്നത് ഇവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഈ ഒരു വിവരമോ ഒന്നും തന്നെ ഇവിടെ ഫ്ളാറ്റിലെ ആളുകളോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നോ ഈ രോഗം ബാധിച്ചിട്ടുള്ള ആളുകളോ ഒന്നും തന്നെ ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കേസുകൾ ഇങ്ങനെ കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ മാത്രമാണ് വിവരം ആരോഗ്യ വകുപ്പിനെയും ഒപ്പം തന്നെ നഗരസഭയും ഒക്കെ തന്നെ അറിയിക്കുന്നത്. ഇന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ, തൃക്കാക്കര ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇവിടെ വന്നപ്പോഴും അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ ആശാ വർക്കർമാരൊന്നും അങ്ങനെ ഫ്ളാറ്റുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയോ അങ്ങനെയുള്ളൊരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ആളുകൾ തന്നെയാണ്, അവർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇത് അവരുടെ നിയന്ത്രണത്തിനപ്പുറം ആയപ്പോഴായിരിക്കാം കൂടുതൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു സഹായമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് വിഭാഗങ്ങളിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെയുള്ള ഒരു സഹായം ഈ ഘട്ടത്തിൽ വേണ്ടി വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും ഒരു വീഴ്ച പറ്റിയത് എന്ന് പറയേണ്ടത്, ഇത് തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ ഒക്കെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, മുൻകരുതലുകൾ നേരത്തെ തന്നെ എടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും അധികം ആളുകളിലേക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഈ രോഗം, അതായത് അവിടെയും അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അലംഭാവം സംഭവിച്ചിട്ടുള്ളത് അസോസിയേഷന്റെ ഭാഗത്ത് തന്നെയാണ് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണല്ലേ. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ ഒരു റിപ്പോർട്ട് കണ്ടു, അതിൽ നടപടിയെടുത്തില്ല എന്ന് പറയുന്നു. കൂടാതെ ഇത്തരത്തിലേക്ക് ആളുകളിൽ രോഗമുണ്ട് എന്നത് അറിഞ്ഞിട്ടും അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടില്ല. ആ തരത്തിലേക്കും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ആദ്യ റിപ്പോർട്ട് പ്രകാരം മെയ് 29 നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ കണ്ടെത്തിയത്. അതിനുശേഷം ജൂൺ 1 ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് കൂടുതൽ കേസുകൾ ഇവിടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അങ്ങനെ ഓരോ കേസുകൾ ഉണ്ടാകുമ്പോഴും അടിയന്തരമായ ഒരു നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ ആരോഗ്യ വകുപ്പിനെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കാം. പക്ഷെ അങ്ങനെയുള്ളൊരു സമീപനമോ അതുമായി ബന്ധപ്പെട്ടൊരു വിവരമോ ഒന്നും തന്നെ ഈ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വിവരങ്ങൾ അറിയിക്കാൻ വൈകിപ്പോയി എന്നത് അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയ MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം നേരത്തെ ആണിത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് ഇത്രയും വൈകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് 340ഓളം പേർക്ക് രോഗബാധയുണ്ടായിരിക്കുന്നു. ഈ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ പറയുന്നത് 500-ലധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പലരും ചികിത്സ തേടി എന്നുള്ളതാണ്. അതിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള 25ഓളം കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലേക്കടക്കം ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ എത്തുമായിരുന്നില്ല എന്നത് തന്നെയാണ് അനുജ. അതാണിപ്പോൾ വലിയ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്ലാറ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇതിലൊരു ആശങ്ക ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മളെടുത്ത് പറയേണ്ടതാണ്.